ഇത് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്ന് രാജസ്ഥാനിലേക്കുള്ള യാത്രയാണ്. ഒരു വെക്കേഷൻ ട്രിപ്പ്. റായ്പൂരെത്തി ട്രെയിൻ കയറി നേരെ രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക്. ഹായ്, ഒരു വല്ലാത്ത യാത്രയാണ് കേട്ടോ റായ്പൂരിൽ നിന്ന് ജയ്പൂരിലേക്കുള്ളത്. 6 AC ടിക്കറ്റും നല്ല മരം കൊച്ചുന്ന പനിയും, പിന്നെ പറയണ്ടേ 2 പാരസെറ്റമോളും സിട്രസ് എല്ലാം കഴിച്ച് ഫുൾ ഡേ ഉറക്കം. ഇന്നലെ രാത്രി ഒരു 9:30 എത്തി. ക്യാമറ പോയിട്ട് മൊബൈൽ പോലും കൈകൊടുത്തിട്ടില്ല. വന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറെല്ലാം കഴിച്ചു. ജസ്റ്റ് 2 മെഡിസിൻ കഴിച്ചിട്ട് കാണുന്നു തുടങ്ങി. ഇപ്പോൾ 10 മണിയായി. ട്രിപ്പിലാണ് എഴുന്നേറ്റത്. കാര്യം ചെറിയ പനിക്കുളൊക്കെ ഉണ്ട്, എന്നാലും ജയ്പൂർ വരെ വന്നിട്ട് പനിക്കുളമെന്ന് പറഞ്ഞ് റൂമിൽ ഇരിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ജയ്പൂരിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങുവാണ്. ഇത് ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശമാണ്. ഇവിടെ തന്നെയായിരുന്നു നമ്മൾ റൂം ബുക്ക് ചെയ്തത്. ഏതായാലും രാവിലെ ഇറങ്ങി. ഇനി നേരെ ഭക്ഷണം കഴിക്കണം. ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് ഇനി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് വെച്ചു. മെട്രോ കയറി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളിപ്പോൾ ജന്തർ മന്ദിറിലേക്ക് പോകുന്ന വഴി എത്തി. അങ്ങനെ പോഹയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പോഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവൽ. നമ്മളുണ്ടാക്കുന്ന പോലെയല്ല ഇവർ അവലുണ്ടാക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ മൊത്തം അവലുണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണ്. അതാണ് പോഹ. അങ്ങനെ മെട്രോ കയറി. ആദ്യം പ്ലാന് ജന്തർ മന്ദിറിലേക്ക് പോകാനാണ്. നടന്നു പോകാമെന്ന് വെച്ചു. മെട്രോ ഇറങ്ങിയിട്ട് അത് നമുക്ക് കാഴ്ച കണ്ട് നടക്കാമല്ലോ. ഈ ജയ്പൂർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ഏറ്റവും വലിയൊരു സിറ്റിയാണ്. ക്യാപിറ്റൽ സിറ്റിയാണ്, തലസ്ഥാനമാണ്. പക്ഷേ ഏറ്റവും വലിയൊരു സിറ്റിയാണ് രാജസ്ഥാനിലെ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ 10ാമത്തെ സിറ്റിയാണ് ഈ ജയ്പൂർ. 1727 ആയപ്പോഴത്തേക്കും ഈ ജയ്പൂർ സിറ്റി ഉണ്ടാക്കിയ രാജാവാണ് സ്വാമി ജയ്സിംഗ് സെക്കൻഡ്. അദ്ദേഹമാണ് ഈ ജയ്പൂർ സിറ്റി ഇപ്പോഴത്തെ കാണുന്ന രീതിയിലേക്ക് ഈ ജയ്പൂർ സിറ്റി ഉണ്ടാക്കിയത്. ഈ ജയ്പൂർ സിറ്റിയിലേക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളും ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. ഇവിടെ നമുക്ക് 2 സ്ഥലങ്ങളാണ് കാണാനുള്ളത്. ഒന്ന് ജന്തർ മന്ദിർ. ആദ്യം നമ്മൾ പോകുന്നത് ഈ ജന്തർ മന്ദിറിലേക്കാണ്. ഈ ജന്തർ മന്ദിറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ളൊരു പാലസ് ഉണ്ട്, സ്വാമി മാൻസിംഗ് സെക്കൻഡിൻ്റെ പാലസ്. അദ്ദേഹമാണ് ജയ്പൂർ ഭരിച്ച അവസാനത്തെ രാജാവ്, സ്വാമി മാൻസിംഗ് സെക്കൻഡ്. ആ പാലസ് ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. മ്യൂസിയത്തിലേക്ക് പോകുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഈ ജന്തർ മന്ദിറിലെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ മ്യൂസിയത്തിലേക്ക് പോകാമെന്ന് വെച്ചു. ഈ ജന്തർ മന്ദിർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അത്ഭുതമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഏകദേശം 19ഓളം ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കളക്ഷനാണുള്ളത്. അതായത് എന്താ പറയണ്ടേ, സ്പേസിനെയും മറ്റ് ഭൂമിയെയും ചന്ദ്രനെയും മറ്റ് ഗ്രഹങ്ങളെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്ട്രുമെൻസിൻ്റെ കളക്ഷൻസ്. അത് എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് ഇന്നൊരു അത്ഭുതമാണ്. ഇത് ഉണ്ടാക്കിയത് 1734 ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഇത് ഈ ജയ്പൂർ സിറ്റി ഉണ്ടാക്കിയ സ്വാമി ജയ്സിംഗ് രാജാവ് തന്നെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്, ഈ ജന്തർ മന്ദിറും ഉണ്ടാക്കിയത്. പക്ഷേ ഇതൊരു ചെറിയ അത്ഭുതമാണ്, കാരണം ഇതെങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത്. ജയ്പൂർ സിറ്റി മനോഹരമായ ഒരു സിറ്റിയാണ്. അതുകൊണ്ടാണ് ജയ്പൂർ സിറ്റിയെ പാരീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെയുള്ള കളറെല്ലാം പിങ്കാണ്, അതുകൊണ്ടാണ് ഇത് പിങ്ക് സിറ്റി. ഡൽഹിയിൽ നിന്ന് കൃത്യം 268 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജയ്പൂർ എത്താം. ഡൽഹി വരുന്നവർ ഈ ജയ്പൂർ സിറ്റി വിസിറ്റ് ചെയ്യാതെ പോകരുത്, അതൊരു നഷ്ടമായിരിക്കും. ഇവിടെയുള്ള ഈ 19 ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെയും അവസാനം യന്ത്ര എന്ന് പേര് ചേർത്തിട്ടാണ്. യന്ത്ര അതായത് ലഘുയന്ത്ര, ജയപ്രകാശ് യന്ത്ര, നാഡിവളയ യന്ത്ര, അങ്ങനെയൊക്കെ ഓരോരോ യന്ത്ര എന്നുള്ള പേരിലാണ് ഈ ഓരോ ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേര് അവസാനിക്കുന്നത്. നമ്മൾ ഈ മുന്നിൽ കാണുന്ന വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇതാണ് ലഘു സംരക്ഷണ യന്ത്ര. ഈ വലിയ ബിൽഡിങ് ഇത് ഒരു യന്ത്രയാണ്. അതായത് ഇതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഈ ചെറുത്. ഇത് 27% ഒരു ചെരുവിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ നിഴലനുസരിച്ചാണ് സമയം മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് ജയപ്രകാശ് യന്ത്ര. ഇത് 2 ഉണ്ട്, മുന്നിലും പുറകിലായിട്ട് 2 ഉണ്ട്. ഇതിനുള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാം. ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ സൗരയൂഥത്തിൻ്റെ പൊസിഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റാണ്. ഇതാണ് നാഡിവളയ യന്ത്ര. ഈ ജയ്പൂർ സിറ്റിയിലെ എക്സാക്ട് ടൈം ലൊക്കേഷൻ, ടൈം ആക്യുറസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം വരുന്നു ഈ നാഡിവളയ യന്ത്രം. ഈ കാണുന്ന മണി പോലത്തെ വലിയ ബ്രോൺസിൻ്റെ 2 ഉണ്ടല്ലോ, ഇതാണ് യന്ത്രരാജ്. ഇത് പ്ലാനറ്റിൻ്റെയൊക്കെ ലൊക്കേഷനും സൺറൈസ് സൺസെറ്റിൻ്റെയൊക്കെ ടൈമിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധനമായിരുന്നു ഈ യന്ത്രരാജ്.
അങ്ങനെ ജന്തർ മന്ദിറിലെ കാഴ്ചയെല്ലാം കണ്ട് പുറത്തിറങ്ങിയിട്ട് നേരെ തൊട്ട് ഓപ്പോസിറ്റുള്ള സ്വാമി മാൻസിംഗ് സെക്കൻഡ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക്. ഇതിപ്പോൾ ഒരു മ്യൂസിയമാണ്. പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ആദ്യം ചെല്ലുന്നത് വളരെ വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇത് രാജസ്ഥാൻ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ ജയ്പൂർ സിറ്റി ഭരിച്ച സ്വാമി മാൻസിംഗ് സെക്കൻഡിൻ്റെ പാലസായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ റോയൽ ഫാമിലിയൊക്കെ താമസിച്ചതാണ് ഈ പാലസ്. ഈ പാലസിനോട് ചേർന്ന് തന്നെ ഒത്തിരി വേറെ സ്ഥലങ്ങളുണ്ട്. ഈ പാലസിനുള്ളിലേക്ക് നമുക്ക് പോകാം, പക്ഷേ ക്യാമറ മൊബൈലൊന്നും അലൗഡ് അല്ല, അതുകൊണ്ട് ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. അന്നത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ച് ഈവൻ കട്ടിൽ വരെ അവിടെയുണ്ട്. കട്ടിലും പാത്രങ്ങളും ആയുധങ്ങളും എല്ലാം പ്രദർശനത്തിന് വെച്ചേക്കുന്നു. അങ്ങനെ ചെറിയൊരു മ്യൂസിയം, അത്ര വലിയൊരു മ്യൂസിയം അല്ല. പക്ഷേ ഇവിടുത്തെ ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ ഇനി നമ്മൾ പോകുന്ന ചെറിയ ചെറിയ മറ്റ് ബിൽഡിങ്ങുകളുണ്ട്. നമ്മുടെ രാജാവിൻ്റെ സദസ്സ് നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ, ക്യാബിനറ്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ, പിന്നെ ഇവിടെ വേറൊരു വലിയൊരു സംഭവമുണ്ട്. അതാണ് ഗംഗാജലീസ്. നമ്മളിനി അങ്ങോട്ടും പോകുന്നുണ്ട്. ഈ കൊട്ടാരത്തിന് ചുറ്റും ഒത്തിരി ബിൽഡിങ്ങുകളുണ്ട്, മതിൽ പോലെ ഒത്തിരി ബിൽഡിങ്ങുകൾ. ഇതെല്ലാം കൊട്ടാരത്തിൻ്റെ ഭാഗമായിരുന്നു, പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബിൽഡിങ്ങുകൾ. ഇന്നിത് പല സ്ഥലങ്ങളിലും പല മ്യൂസിയമൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥലമാണ് ഇതിപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഗാലറിയാണ്. ഇത് ഇവിടുത്തെ ടെക്സ്റ്റൈൽ കരകൗശല വസ്തുക്കളൊക്കെ പ്രദർശിപ്പിക്കാൻ വെച്ചേക്കുന്ന ഒരു ഗാലറി. ഇവിടെ ചെന്ന് കയറി വീഡിയോ ഇച്ചിരി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ആരോ വന്ന് പറഞ്ഞു ഇവിടെ വീഡിയോ അലൗഡ് അല്ലാന്ന്. പിന്നെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. ഈ രാജസ്ഥാനിലെ ഒത്തിരി ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ജയ്പൂർ. കാരണം വലിയൊരു സിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ രാജസ്ഥാൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ജയ്സൽമീർ, ജോധ്പൂർ അങ്ങനെയുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ജയ്പൂർ എത്തണം. ഒത്തിരി ടൂറിസ്റ്റ് അട്രാക്ഷൻസ്, പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി സ്റ്റുഡൻസ് ടൂറും എല്ലാം ഉള്ള സ്ഥലമാണ് ഈ ജയ്പൂർ. ഏതായാലും അവിടുത്തെ കാഴ്ച കണ്ട് പുറത്തിറങ്ങിയിട്ട് ഇനി ചുറ്റുമുള്ള ഒത്തിരി ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു കോറിഡോർ കൊണ്ട് ആ കോറിഡോർ കൂടെ നേരെ ചെന്നെത്തിയത് വലിയൊരു നടുമുറ്റത്തേക്കാണ്. ഇതൊക്കെ കൊട്ടാരത്തിൻ്റെ ഭാഗമായിരുന്നു. പല പല പ്രോഗ്രാംസുകളും ഫെസ്റ്റിവൽസൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ഈ കാണുന്ന സ്ഥലമാണ് സർവതോഭദ്ര. ഇത് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു, ഒരു പവലിയൻ. ഇവിടെയായിരുന്നു രാജാവ് മറ്റും മിനിസ്റ്റേഴ്സൊക്കെ കൗൺസിൽ മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലം. ഇത് നടുക്ക് നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഗംഗാജലീസ്. ഇവിടെ 2 വലിയ സിൽവർ ക്യാനുണ്ട്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലുത്. ഗിന്നസ് ബുക്കിൽ വരെയും പേരുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ 2 സിൽവർ ക്യാൻസ്. അതാണ് ഗംഗാജലീസ്. ഈ ബിൽഡിങ്ങിൻ്റെ പേരാണ് സർവതോഭദ്ര. ഇവിടെയാണ് രാജാവും മറ്റ് മിനിസ്റ്റേഴ്സൊക്കെ മീറ്റിംഗ് എടുത്തുകൊണ്ടിരുന്ന സ്ഥലം. ഇതിവിടെ മീറ്റിംഗ് മാത്രമല്ല എടുത്തുകൊണ്ടിരുന്നത്, ഇവിടെ ചുറ്റിനുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒത്തിരി റിച്വൽസും ഫെസ്റ്റിവൽസൊക്കെ നടന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണിത്. ഞാനിവിടെ എത്തിയത് 2023 ഒക്ടോബറിലാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ള സമയമായിരുന്നു കേട്ടോ. പിന്നെ രാജസ്ഥാനിലെ പൊതുവെയുള്ള ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. പിന്നെ രാത്രിയിൽ ചെറിയൊരു തണുപ്പും ഉണ്ടാകും. ഇവിടെ ഒത്തിരി റൂമുകളും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ബ്രിട്ടീഷുകാർ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റൂമുകളൊക്കെ ഉണ്ട് ഇവിടെ. ഏതായാലും അവിടുത്തെ കാഴ്ച കണ്ട് നേരെ തൊട്ട് മുന്നിലേക്കുള്ള നമ്മുടെ കൊട്ടാരത്തിൻ്റെ മുറ്റത്തേക്കിന് എത്തി. ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് പോകാമെന്ന് വെച്ചു. ഈ രാജസ്ഥാനിൽ എവിടെ ചെന്നാലുമുള്ള വലിയൊരു അട്രാക്ഷൻ ഞാൻ കണ്ടത്, നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് രാജസ്ഥാനി ഡ്രസ്സിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ഇതൊരു മലയാളി ഫാമിലിയാണെന്ന് തോന്നുന്നു, മലയാളത്തിലായിരുന്നു സംസാരമൊക്കെ. ഏതായാലും ഞാൻ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഒരു ഓട്ടോ പിടിച്ചു. ഇത് ഓട്ടോ അല്ല ടോട്ടോ. നോർത്ത് ഇന്ത്യയിൽ എവിടെ ചെന്നാലും കാണാൻ പറ്റുന്ന സൈക്കിൾ റിക്ഷ. ഏതായാലും അത്തേക്ക് കയറി. ഇത് ഇലക്ട്രിക്കാണ്. ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു സ്ഥലത്തേക്കാണ്. അതാണ് ഫേമസ് ആയിട്ടുള്ള ഹവാമഹൽ. അപ്പോൾ ഹവാമഹൽസിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നേരെ ഇനി ഹവാമഹലിലേക്ക്.